ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന രണ്ട് സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം, ചാക്കോ സാറുടെ കുറച്ച് ചോദ്യോത്തരത്തിൻ്റെ മറുപടി പെൻഡിങ് ഉണ്ട്. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ഹൗസ് വാമിങ് ഫംഗ്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ ചോദ്യോത്തരത്തിൻ്റെ പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയോടുകൂടി ഞാനൊരു വോയിസ് മെസ്സേജ് കേൾക്കുന്നത്. അതിലും താരം നമ്മുടെ ചാക്കോ സാർ തന്നെയാണ്. ചാക്കോ സാറ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഇന്ന് രാവിലെ സംഭവിച്ച കാര്യമാണെന്ന് വിചാരിക്കുന്നു. അത് അയ്യൂബിനോടാണ്. അയ്യൂബ് ആകെ മൊത്തം പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എന്നിട്ട് ചാക്കോ സാറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ചാക്കോ സാർ ഒന്ന് എനർജി കയറ്റുന്നതാണ്, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വോയിസാണ്. നിങ്ങളെല്ലാവരും ഇത് കണ്ടു കാണും. അതുകൊണ്ടൊന്ന് ഞാനത് പ്ലേ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ചാക്കോ സാർ പറയുന്നത്, ഗുഡ് മോർണിംഗ് അയ്യൂബ് സാറേ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ചോദ്യോത്തര വേളയിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു. രണ്ട് വ്യക്തികൾ ഒരു പുഴയുടെ ഇങ്ങേ മറുകരയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ പേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഴ നിറച്ചും വെള്ളം, നല്ല ഒഴുക്ക്. അപ്പുറത്തെ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ ഒരു പട്ടിയെ ചങ്ങലിട്ടിട്ട് പൂട്ടിയിരിക്കുന്നു. ആ പട്ടി അവിടെ നിന്ന് നന്നായി കുരയ്ക്കുകയാണ്. അതെ, ആ പട്ടി ആ തുടൽ പൊട്ടിച്ചിട്ട് ഈ പുഴയും കടന്നിട്ട് നമ്മളെ കടിച്ചാൽ നമ്മൾ ആശുപത്രി പോകേണ്ടി വരെ. എന്നിട്ട് അതുപോലെ ചോദിക്കുന്നത് പോലെയാണ്. അപ്പുറത്തെ കരയിലുള്ള പട്ടി ഈ ഒഴുക്കുള്ള വെള്ളം താണ്ടി വന്നിട്ട് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആസ്പത്രി പോകേണ്ടി വരൂലേ, അല്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കൂലേ എന്നാണ് ഒരു കഥ നമ്മുടെ ചാക്കോ സാർ ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഈ ഹൈറിച്ചിനെതിരെയുള്ള കേസുകൾ എന്നാണ് പറയുന്നത്. നമ്മളെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പട്ടിയുടെ കൊര അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, കേസുകൾ, അതിനൊന്നും ഒരു കാര്യമില്ല എന്നാണ്. പക്ഷെങ്കിൽ നമുക്കറിയാലോ, ആ പട്ടി അവിടെ നിന്ന് കുരച്ചിട്ട് എങ്ങനെയോ ഈ മറുകരയിൽ എത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ രണ്ടുപേരും എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാലോ. 212 കോടി രൂപ ഇട്ടിട്ടാണ് ഓടിയത്. വീടും വിട്ടിട്ട്, 2 മക്കളെ വിട്ടിട്ട്, 2 വാടക വീട്ടിട്ട് ഇട്ടിട്ട്, വൃദ്ധരായ മാതാപിതാക്കളെ വിട്ടിട്ട്, 1,80,00,000 പാർട്ട്ണർമാരെ വിട്ടിട്ട് ഓടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കഥ കേൾക്കുമ്പോൾ മണ്ടന്മാരായ 1,80,00,000 ആൾക്കാർക്ക് ഇതൊന്നും തോന്നുന്നില്ലേ? അതെയോ മരമണ്ടനായ സാറേ, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ആ 2 പേര് ഓടിത്തള്ളി എന്ന് തിരിച്ച് ചോദിക്കണമായിരുന്നു നിങ്ങൾ. കമ്പനിയുടെ ആത്മാവിനെ തൊടാൻ കമ്പനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. കമ്പനി താൽക്കാലികമായി സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ആത്മീയപരമായിട്ടും ലൗകികപരമായിട്ടും പിന്നെ എന്തൊക്കെയാണ്, സാമ്പത്തികവും കഴിഞ്ഞു, സാമ്പത്തികവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഭൗതികപരമായിട്ട് കായികപരമായിട്ട് ഒക്കെ നല്ല ഹെൽത്തിയാണ്. സാമ്പത്തികമായിട്ട് നമ്മളെല്ലാവരും വളരെ ഞെരുക്കത്തിലാണ്. പിന്നെ ചാക്കോ സാറ് തള്ളുന്നത് നമ്മുടെ ഹൈക്കോടതിയിലെ കേസിനെ കുറിച്ചാണ്. നമ്മുടെ അയൂബ് ഖാന് ഇപ്പോൾ കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവനറിയാം 2 കേസും തള്ളിപ്പോകും. അപ്പോൾ ഈ കാര്യം ചാക്കോ സാറ് 27 ചോദ്യത്തിന് ഉത്തരമൊക്കെ കൊടുത്തതല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിനും ഉത്തരം അറിയാം എന്ന് കരുതിയിട്ടായിരിക്കും ചാക്കോ സാറോട് അയൂബ് ഖാൻ ചോദിക്കുന്നത്, നമ്മളെ 2 കേസും തോറ്റു കഴിഞ്ഞാൽ എന്താകും? അതായിരുന്നു അയൂബ് ഖാൻ്റെ ചോദ്യം. അപ്പോൾ ചാക്കോ സാർ പറഞ്ഞാണ്, അങ്ങനെ ഒരു കേസേ ഉദിക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. നമ്മളെ കേസിൻ്റെ വാദം നാളെ തുടങ്ങുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇത് ഫെബ്രുവരി 1-ാം തീയതി കൊടുത്ത കേസാണ്. ഇതിൻ്റെ ആദ്യത്തെ ഹിയറിംഗ് നടന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. 2-ാം തീയതി കേസ് 6-ാം തീയതിക്ക് മാറ്റുകയും 6-ാം തീയതിക്ക് ശേഷം അത് വീണ്ടും, ഇതിൻ്റെ ഹിസ്റ്ററി എടുക്കട്ടെ, 2-ാം തീയതി കേസ് 5-ാം തീയതിക്ക് മാറ്റുകയും 5-ാം തീയതി അത് 12-ലേക്ക് മാറ്റുകയാണ് ചെയ്തിരുന്നത്.
3 തവണ മാറ്റിവെച്ച കേസാണ്. എന്നിട്ട് പറയുകയാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്, നിങ്ങൾ നാളെ വെടിപൊട്ടിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാണ്. വെടിപൊട്ടിക്കാൻ കാര്യമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒറ്റ കേസിനും കൂടി നട്ടുച്ചയ്ക്ക് വെടിപൊട്ടിച്ചവരാണ് ഹൈറിച്ചോളികൾ എന്നതാണ്. അപ്പോൾ എന്ത് പറയാനല്ലേ, 12-ാം തീയതി മാറ്റിവെച്ച കേസ് 12-ാം തീയതിത്തേക്ക് മാറ്റിവെച്ച കേസാണ്. ഇന്ന് 83 ദിവസമായി ഈ കമ്പനിക്കെതിരെ ബഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുത്തിട്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരു സംശയമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അയ്യൂബ് ഖാൻ ഒരുപാട് സംശയമുണ്ട്. ഇതെന്തായാലും ഇത് നമ്മുടെ ഒറ്റ ചോദ്യമേ കോടതി വയ്ക്കുന്നു, വാട്ട് ഈസ് യുവർ ബിസിനസ് പ്ലാൻ, വാട്ട് ഈസ് യുവർ ബിസിനസ് മോഡൽ എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ച പോലത്തെ ഒരു ചോദ്യം ബെച്ചു കുര്യൻ തോമസ് സാർ ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ തീരും ഇവരുടെ ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ കാറ്റ്. അപ്പോൾ ഇതായിരുന്നു ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് പയ്യന്നൂർ നടന്നൊരു കാര്യമാണ്. പയ്യന്നൂരിലെ പ്രഗത്ഭനായ ലീഡറുടെ വീട്ടിലേക്ക് പണം ചോദിച്ചു പോയ നമ്മുടെ ചോട്ട പിന്നെ ഹൈറിച്ചോളികൾ പണം ആവശ്യപ്പെടുകയും പണം തരാൻ സാധിക്കില്ല, നമ്മളെല്ലാ പൈസയും ഹൈറിച്ച് തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ അടുക്ക പൈസയില്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെയുള്ള സാധന സാമഗ്രികൾ ഒക്കെ എടുത്തിട്ട് 407 വണ്ടിയിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. 407 ടാറ്റേൻ്റെ 407. അപ്പോൾ 407 കയറ്റിയിട്ട് അവിടെയുള്ള ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പോകുന്ന പോക്കിൽ അവിടെ ഉണ്ടായിരുന്ന കാറിന് നല്ല പണിയും കൊടുത്തു എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഹൈറിച്ചോളികൾ പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം കോടതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല, പിന്നെ കലക്ട്രേറ്റിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പോകാൻ പറ്റാത്തവർക്ക് ഈ ഒരു മാർഗവും സ്വീകരിക്കാവുന്നതാണ്. തികച്ചും സമാധാനപരമായിട്ട് ഉള്ള ഒരു നീക്കമായിരിക്കണം ഇത്. യാതൊരുവിധ അക്രമവും പാടില്ല. നമ്മുടെ അപ്ലൈനെ അപ്പനായി കാണണം എന്നാണ് MLMകാർ പറയാം. അപ്ലൈനെ അപ്പനായി കാണണമെന്ന്, അപ്ലൈൻ എന്ത് പറയുന്നോ അതനുസരിക്കണമെന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ അപ്ലൈൻ്റെ വീട്ടിൽ പോയി പണം ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തത്തുല്യമായ തുകയ്ക്കുള്ള സാധനങ്ങൾ അവിടെ നിന്ന് ലോഡ് ചെയ്ത് കാലിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒറ്റ കാര്യം പറയണ്ടു, ഞാൻ നിനക്ക് തന്ന ലക്ഷങ്ങളുടെ കണക്കിലുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങളൊക്കെ ഈ 2 കാര്യങ്ങളും അറിഞ്ഞിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ബൈ.